പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും തീർത്തരുൾകിന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ, എന്നിൽ നിന്നും തിരികെയെടുക്കരുതെൻ പരനേ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാലാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോ
രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, അപ്പസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 24 മുതൽ 13-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശ്രവദിക്കണമേ. മിശിഹ മകൻ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം വളർന്നു വ്യാപിച്ചു. ബർണബാസും സാവോളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറീനേക്കാരൻ ലൂസിയോസ്, സമാന്തര രാജാവായ ഹെറോദേസിനോടുകൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. നമ്മുടെ പിതാവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പൈസ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ.
ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തേതിനേക്കാൾ സഹനീയമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഇന്ന് സഭാമാതാവ് നമ്മളോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷം 72 പേരെ ഈശോ അയക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. 72 പേരെ അയക്കുന്ന ആ രംഗത്തിൽ ഈശോ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. നിങ്ങളെങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ സഭാമാതാവ് നമ്മളോട് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. എന്ന് വെച്ചാൽ വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വൈദികരെ സഭയിലേക്ക് വരുവാനും ആ സഭയിൽ വളരുവാനും പ്രത്യേകമായിട്ട് ഓരോ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കടമയുണ്ട് എന്നാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്ത് നോക്കിയേ, മാമോദീസ തൊട്ട് നമ്മുടെ മരണത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ വരെ പങ്കാളികളാകുന്ന വ്യക്തികളാണ്, ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളാണ് ഓരോ വൈദികരും. ആ വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണത്. എൻ്റെ മാമോദീസ വേളയിൽ തൊട്ട് എൻ്റെ മരണസംസ്കാര ശുശ്രൂഷയിൽ വരെ എൻ്റെ ജീവിതത്തിൽ പങ്കാളികളാകുന്ന ഓരോ വൈദികർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ എനിക്ക് കടമയുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? അത് ചോദിക്കുന്നതും അത് ചിന്തിക്കുന്നതും നല്ലത് തന്നെയാണ്. പലപ്പോഴും വൈദികരുടെ ഇടയിൽ ഒത്തിരി കുറവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവർ മനുഷ്യരാണ്, അവർക്ക് കുറവുകളുണ്ട്. അവർ സ്വർഗത്തിൽ നിന്നോ വേറെ എവിടെയിൽ നിന്നോ വന്നവരല്ല. ഒരു സാധാരണ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ഇടയിൽ നിന്ന് കടന്നു വന്ന വ്യക്തികളാണ്. അവർക്ക് ഒത്തിരി കുറവുകളുണ്ട്. ആ കുറവുകളിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് സഭ ഇന്ന് നമ്മളോട് പറയുക. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്നേഹിച്ച വൈദികരുണ്ട്, വളർത്തുന്ന വൈദികരുണ്ട്, ഒത്തിരിയേറെ പ്രാർത്ഥനയുമായിട്ട് നമ്മുടെ കൂടെ നടക്കുന്ന വൈദികരുണ്ട്. അവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ, സന്ധ്യാപ്രാർത്ഥന വേളയിൽ എന്നും പ്രാർത്ഥിക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുക. എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നിയ ഒരു കോളാണ്. ആ കോളിൽ ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഞാൻ അച്ഛന് വേണ്ടി 4 വർഷമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ? അച്ഛനൊരു വിശുദ്ധനാവാൻ. എനിക്ക് ആദ്യം കേട്ടപ്പോൾ ചിരിയ വന്നേ, പക്ഷേ എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, ഞാൻ അറിയാതെ പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യർ. ആ ചേച്ചി പറയാ, അച്ഛൻ്റെ ടോക്ക് ഞാനിങ്ങനെ യൂട്യൂബിൽ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയ. കാരണം ആ സ്ത്രീ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ബിയ എന്ന് പറയുന്ന ഒരു മകള് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്നിട്ടാ 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും വെച്ച് ഇങ്ങനെ കുറേ പേര് പൈസ പിരിക്കുന്ന കാര്യം. അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നൊരു കാര്യമാണ്. അത് ഞങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ പേരും ഫോട്ടോയും വെച്ച് ആൾക്കാർ പൈസ പിരിക്കുക. അപ്പോൾ പൈസ പിരിച്ച് പലരും അതിൽ ബുദ്ധിമുട്ടുണ്ടായി, പലർക്കും പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ അത് പരാതി കൊടുത്തു. അത് പുറത്ത് എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞു, ഞാൻ പള്ളിയിലും പറഞ്ഞു, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. എനിക്കതുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെ ഒരു കാര്യം, ഒരു ചീറ്റിംഗ് വർക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഞാൻ അതിൽ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസം തൊട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുക. ഒരു കോളിൽ നിന്ന് എപ്പോഴും കോള് വരിക.
ഞാൻ എടുക്കുന്നില്ല. ഞാൻ പിന്നെയും വിളിച്ചു, എന്നെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എടുക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ട്രാപ്പിൽ പെട്ടുപോയ ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പിന്നെയും വിളിക്കുന്നത്. അപ്പം ഞാനോട് ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ രൂപതാധികാരികൾ പറഞ്ഞിരുന്നു ഫോണൊക്കെ ഇച്ചിരി കുറച്ച് ഉപയോഗിക്കണം ആ സമയത്തൊക്കെ. അപ്പം ഞാനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം ഈ സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനിങ്ങനെ ടോക്ക് ഇടുന്നത് കുറച്ചൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് ഈ പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ടോക്കൊന്നും ഇടാണ്ടിരുന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഒരു കോള് വന്നു. 2-3 പ്രാവശ്യം വിളിച്ചു, ഞാൻ എടുത്തില്ല. അതിന് പിറ്റേ ദിവസം ഒരു കോള് വന്നു, 2-3 പ്രാവശ്യം എടുത്തു, ഞാൻ എടുത്തില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 4-5 ദിവസം നിരവധി ഈ ഒരു നമ്പറിൽ നിന്ന് തന്നെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഫോൺ എടുത്തൊന്ന് സംസാരിച്ചു. ഫോണെടുത്ത് സംസാരിച്ചപ്പോൾ ആദ്യം ഞാൻ എടുക്കണ വഴിക്ക് എനിക്കൊരു കരച്ചിലാണ് കേൾക്കണേ. ദേ ജിനുവച്ചൻ സംസാരിക്കുന്ന മോളെ ഒന്ന് മിണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കോള് കണക്റ്റ് ആവുന്നത്. ഞാൻ ചോദിച്ചത് ആരാ? അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ബിയ എന്ന് പറയണ ഒരു കൊച്ചിൻ്റെ അമ്മയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തേ വിളിച്ചേ? അച്ഛാ അച്ഛനെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. അച്ഛാ അത് കണ്ടത് മുതൽ എൻ്റെ മോള് ഭക്ഷണം കഴിക്കാതിരുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ അത്ഭുതപ്പെട്ട് ആ കൊച്ചിനെ, ഞാൻ ആ വീട്ടുകാരോട് സംസാരിക്കുക, ഭക്ഷണം കഴിക്കാതിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ അച്ഛാ, അച്ഛന് വേണ്ടി എൻ്റെ മോളിരുന്ന് പ്രാർത്ഥിക്കുക. അവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലും ഇതുപോലെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അച്ഛന് വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിക്കുക. അച്ഛനൊന്ന് അവളോട് സംസാരിക്കുക, അച്ഛാ ഭക്ഷണം കഴിക്കാൻ അച്ഛനൊന്ന് പറ. എന്നിട്ട് അവളോട് പറ ഭക്ഷണം കഴിച്ചിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ. ഞങ്ങൾക്ക് തന്നെ സങ്കടമാണ് അച്ഛാ, ജിനുവച്ചന് വിഷമമായിട്ടുണ്ട്, ജിനുവച്ചന് സങ്കടമായിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മേ ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ട് അവൾ പ്രാർത്ഥിക്കണേന്ന് പറയണേ. ഞാൻ എന്നിട്ട് ഈ കൊച്ചിനോട് സംസാരിച്ചു, കൊച്ചിനോട് വിളിച്ചു, മോളെ BA എന്ന് വിളിച്ചു. അവൾ പറഞ്ഞു എന്തി അച്ഛാ, അച്ഛനും ഓക്കെ ആണോ? അപ്പം ഞാൻ പറഞ്ഞു ഓക്കെയാണ് മോളെ. ഞാൻ ചോദിച്ചു നീ എന്തിനാ ഇതുപോലെ? അപ്പം ഞാനാണെങ്കിൽ ഇവിടെ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, എനിക്കൊരു കുഴപ്പമില്ല, നന്നായിട്ട് കിടന്നുറങ്ങുന്നു, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി ആരൊക്കെയോ അവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് സങ്കടമായെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു മോളെ എന്തിനാ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കണേ? അച്ഛാ അച്ഛനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം എനിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യർ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനൊന്നും ഓർക്കാറുണ്ട്, ഞാനൊക്കെ അഴുത്താരയിൽ നിൽക്കുമ്പോൾ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഒരു വാക്കിന് പോലും പഞ്ഞമില്ലാതെ നന്നായിട്ട് പ്രസംഗിക്കാനൊക്കെ പറ്റുന്നത് ഒത്തിരി മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടാണ്, ഒത്തിരി മനുഷ്യരുടെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ എന്തിനത് പറഞ്ഞതെന്നറിയോ? ഇങ്ങനെ കുറേ മനുഷ്യർ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം വൈദികർക്ക് വേണ്ടി. അവർക്ക് കുറവുകളുണ്ട്, എനിക്കുണ്ട് ഇഷ്ടം പോലെ കുറവുകൾ. പക്ഷേ ആ കുറവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി. എനിക്കറിയാം നിങ്ങൾ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വൈദികർക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ വൈദികർക്കും വേണ്ടി ഒരു നന്മ നിറഞ്ഞ ഓർമ്മ ചൊല്ലിയാൽ മതി. നമ്മുടെ അച്ഛന്മാർ വളരെ വിശുദ്ധരാകും, അനുഗ്രഹിക്കപ്പെട്ടും. അവരുടെ ജീവിതത്തിൻ്റെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം അത് മാറ്റിക്കൊടുക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ആദ്യത്തെ സന്ദേശം ഓരോ വൈദികർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. വിളവിൻ്റെ നാഥനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് 72 പേരെ അയച്ച ഈശോ നമ്മളോടും പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരാകുക, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. ഞാൻ എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതിൽ അഭിമാനിക്കാൻ കഴമ്പുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറയും അതുകൊണ്ടൊരു ഗുണവുമില്ല. ഞാൻ പറയുന്ന വാക്ക് ഒരു ക്രിസ്ത്യാനിക്ക് നിരക്കുന്നതാണോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി ചെയ്യോ? യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യോ? അവിടെയാണെങ്കിൽ ഞാനൊരു പ്രേക്ഷിത ദൗത്യം ചെയ്യുക. നമ്മുടെ വാക്കും പ്രവൃത്തികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനൊരു ക്രിസ്തുവിന് നിരക്കുന്ന രീതിയിലാണോ ജീവിക്കുക? എൻ്റെ ജീവിതം കൊണ്ട് ആരെങ്കിലും ക്രിസ്ത്യാനി ആകാൻ കടന്നു വരുമോ? എൻ്റെ ജീവിതത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കോ? ഒന്നും വേണ്ട, ക്രിസ്തു സന്തോഷിക്കുന്നുണ്ടാവോ? ഒന്ന് ചിന്തിച്ചു നോക്കണത് നല്ലതാണ്. ഈ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ അത് നമുക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോകണ്ട. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിത പങ്കാളിക്ക്, നിൻ്റെ മക്കൾക്ക്, നിൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ നിനക്ക് പറ്റുമോ? ക്ഷമിക്കാൻ എപ്പോഴാണ് ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റുക? നമ്മൾ ക്ഷമിക്കുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുക, സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുക, എളിമയോടെ പെരുമാറുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുക, അസൂയയില്ലാതെ പെരുമാറുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുക, അഹങ്കാരമില്ലാതെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുക, കുറച്ചൊക്കെ താഴ്ന്ന് പെരുമാറുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുക.
ഇതൊക്കെ ക്രിസ്തുവിനെ കൊടുക്കുന്ന മാർഗങ്ങളാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ 2 കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. ഇന്ന് സഭാമാതാവ് നമ്മളോട് പറയുന്ന ഈ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഓരോ വൈദികന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരു വൈദികൻ്റെ കുറ്റം കേൾക്കുമ്പോൾ ആ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുകയല്ല വേണ്ടേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഈ 2 കാര്യങ്ങൾ ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തിനും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കൃപയാലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിത താളത്തിൽ സന്തോഷ സന്താപ മാലിക കനിവോടെ സ്വീകരിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ദൈവമേ. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ വേദനകളും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമ്പുരാനെ. സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരൊക്കെയുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിൽ പ്ലസ് 2വിലൊക്കെ പഠിക്കുന്ന മക്കൾ, വിവിധങ്ങളായ കോഴ്സുകൾ ചെയ്യുന്ന മക്കൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവർ, OET, IELTS, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, അവരൊക്കെ സമർപ്പിക്കുന്ന കർത്താവെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ജോലി സ്ഥലത്തെ പലവിധ സങ്കടങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവരുമുണ്ട്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ,
വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, ജീവിതത്തിൽ ഒത്തിരിയേറെ തകർക്കപ്പെടുന്നവർ, തച്ചുടയ്ക്കപ്പെട്ടവർ, വേദനിക്കപ്പെടുന്നവർ, ഒറ്റയാക്കപ്പെട്ടവർ, ഈശോയെ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ, കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ പുത്രനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാത്വികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനെയും മാമോദീസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യായുസ്സുകളെയും ചെയ്യുന്നു. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരൻ വിശ്വാസ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ
ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാത്തിലെ ഇസഹാക്കിലെ യാക്കോബിന്റെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. അത് ന്യായമുക്തമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മേഘതലങ്ങളിലുയരും ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. വാനവരും ഭൂമിമാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പോ. വാനവരും ഭൂമിമാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പോ. മഞ്ഞണി മലകളും ആഴികളും നിൻ മഹിമയിലെന്നും മുഴുകുന്നു. മേഘതലങ്ങളിലുയരും ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും ആകുലതകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സത്യദൈവസൂനുവേ, നിത്യസ്നേഹരൂപനേ, യേശുവേ യേശുവേ, കൈതൊഴുന്നേനങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും
കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വചനം മാംസമായി ഭൂമിയിൽ വസിച്ചു മാനവരൂപനായി ഇന്നു ദിവ്യകാരുണ്യമായി ഇവിടെ ഓസ്തിയിൽ വാഴുന്നു. ശിരസ്സു നമിച്ചിടാം, നാഥന് സ്തുതികൾ പാടിടാം. ശിരസ്സു നമിച്ചിടാം, നാഥന് സ്തുതികൾ പാടിടാം. സ്തുതികൾ പാടിടാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്തുകൊണ്ട് തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആകുലതകളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകലോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ അശക്തങ്ങളാകുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി അത് ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.